പോലീസ് ജീപ്പിൽ നിന്നും ഫുൾ യൂണിഫോമിൽ സുഭംഗനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പുവും സത്യനും ഒപ്പം മുറ്റത്ത് നിന്ന് മറ്റുള്ളവരും അവനിലേക്ക് നോട്ടം പായിച്ചു. അവൻ അപ്പുവിനെയും സത്യനെയും കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ഇതാണോ നെല്ലിയായി? അവൻ അപ്പുവിനെയും സത്യനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ സർ, ഞാനാണ് വിളിച്ചത്, അപ്പു പെട്ടെന്ന് അവനോടായി പറഞ്ഞു. എപ്പോഴാ കുട്ടിയെ കാണാതായത്? അവൻ ഗൗരവത്തോട് ചോദിച്ചു. ഏകദേശം 6:30 സർ. ഞങ്ങൾ പുറത്തായിരുന്നു. ഗൗരി മുറിയിലായിരുന്നു. നാളെ മാരേജ് ആയിരുന്നതുകൊണ്ട് അവൾ റെഡിയാകുമായിരുന്നു, അപ്പു അവനോടായി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. മുറ്റത്ത് നിന്ന് ഓരോ ആൾക്കാരെയും നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി. പിന്നാലെ സത്യനും അപ്പുവും ചെന്നു. അകത്തേക്ക് കയറി അവൻ ഹാളിലിരിക്കുന്ന എല്ലാവരെയും നോക്കി. പെട്ടെന്ന് സഞ്ജുവിനെ കണ്ട് അവൻ അവളെ ഒന്ന് ചിറഞ്ഞു നോക്കി. പെട്ടെന്ന് അവനെ അവിടെ കണ്ടപ്പോൾ ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. ഹരിയേട്ടൻ? അറിയാതെ അവളുടെ വായിൽ നിന്നും അവൻ്റെ പേര് ഊർന്നു വീണു. ആരാ കാണാതായ കുട്ടിയുടെ അമ്മ? ഹരി അവളോടായി ചോദിച്ചു. ഞാനാ, വിറയാർന്ന സ്വരത്തിൽ കണ്ണീർ തുടച്ചുകൊണ്ട് ഗീത പറഞ്ഞു. അമ്മയും ആ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളും ഇവിടെ നിന്നിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. അവൻ സഞ്ജുവിനെ തന്നെ പുരുക ഉയർത്തി നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. സഞ്ജു പേടിയോടെ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നതും നാട്ടുകാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹരി ഒരു സോഫയിലായി കാലിന്മേൽ കാല് കയറ്റി വെച്ച് സഞ്ജുവിനെ നോക്കി. അവൻ്റെ ഓരോ ഭാവങ്ങളും കണ്ട് സഞ്ജുവിൻ്റെ കണ്ണുകൾ പതിയെ നിറയാൻ തുടങ്ങി. അത് കണ്ടതും അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു. അപ്പോൾ എന്താണ് ശരിക്കുള്ള പ്രശ്നം? ആരുമായിട്ടായിരുന്നു ആ കുട്ടിയുടെ വിവാഹം തീരുമാനിച്ചത്? ഹരി തീർത്തും ഒഫീഷ്യലായി ചോദിച്ചു. ശ്രാവൺ രഘുനാഥ് എൻ്റെ മോനാണ്, സുഭദ്ര മറുപടി നൽകി. ഓ, അപ്പം ഇതാണല്ലേ സഞ്ജുവിൻ്റെ റേപ്പിസ്റ്റ് ഏട്ടൻ? പുച്ഛത്തോടെ മനസ്സിലോർത്തുകൊണ്ട് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. ഓ അല്ല, അയാളല്ലേ ജയിലിലായിരുന്നത്? പെട്ടെന്ന് ഹരിയുടെ ചോദ്യം കേട്ട് എല്ലാവരും വല്ലാണ്ടായി. അതെ, പെട്ടെന്ന് സത്യൻ മറുപടി നൽകി. അപ്പം അതാണ് കാര്യം. ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ആയിരുന്നിരിക്കാം ഇത്. അല്ലെങ്കിൽ തന്നെ ജയിലിൽ കിടന്നവനെ, അതും പീഡന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവനെ എന്തിനാന്ന് വെച്ചിട്ട് ആ കുട്ടി ഒളിച്ചോടി പോയതാവും. ഹരി പുച്ഛത്തോടെ പറഞ്ഞതും സഞ്ജുവിൻ്റെ ശബ്ദം ഉയർന്നു. ഹരിയേട്ടാ, എൻ്റെ ഏട്ടനെക്കുറിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. ചെയ്യാത്ത തെറ്റിന് 5 വർഷം ശിക്ഷ അനുഭവിച്ചതാണ് എൻ്റെ ഏട്ടൻ. ആ ഏട്ടന് വേണ്ടി കാത്തിരുന്നവളാണ് എൻ്റെ ഏട്ടത്തി. അനാവശ്യം പറയുന്നതിനൊരു പരിധിയുണ്ട്. എന്നോട് നിങ്ങൾ പറഞ്ഞതും എന്നെ അപമാനിച്ചതും ഞാൻ ക്ഷമിക്കും. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഏട്ടനെ പറഞ്ഞാലുണ്ടല്ലോ. ദേഷ്യത്തോടെ അവന് നേരെ വിരൽ ചൂണ്ടി പറയുന്നവളെ ഹരി ഒഴികെ എല്ലാവരും ഞെട്ടലോടെ നോക്കി. ഹരി ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് അവളുടെ അടുത്ത് ചെന്നു. എല്ലാവരും സംശയത്തോടെ ഇരുവരെയും നോക്കി. നീ ആരാന്നടി നിന്റെ വിചാരം? ഞാൻ നിന്റെ പഴയ കാമുകനല്ല. ഐ ആം എ പോലീസ് ഓഫീസർ. എന്നോട് സംസാരിക്കുമ്പോൾ ഓരോ വാക്കും സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്റെ ഏട്ടൻ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും 5 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിച്ച ജയിൽ പുള്ളി തന്നെയാണല്ലോ, അല്ലേ? അവൻ സംശയത്തോടെ അവളോട് കയർത്തു. സർ പ്ലീസ്, ഇവിടെ ഇപ്പോൾ അതിലല്ലോ പ്രശ്നം. ഗൗരി മോളെ കാണാനില്ലെന്നുള്ളതാണ്. ദേവനുമായി ഇഷ്ടത്തിലായിരുന്നു ഗൗരി, അല്ലാതെ അവനെ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു. ലീവ് ഇറ്റ്. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഹരി എല്ലാവരെയും നോക്കി ചോദിച്ചു. കാശിനാഥ്, പെട്ടെന്ന് അപ്പു പറഞ്ഞു. അതാരാ? ഹരി സംശയത്തോടെ അവനെ നോക്കി. അഗ്നിഹോത്രിയിലെ കാശിനാഥ് മേനോൻ. ദേവനുമായുള്ള കല്യാണം നടത്താൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ചിരുന്നു. ഒപ്പം സാവിത്രി, കാശിയുടെ അമ്മ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സത്യൻ പറഞ്ഞു നിർത്തിയതും സുഭദ്ര ബാക്കി പറഞ്ഞു. ഹരി അല്പനേരം എന്തോ ഓർത്തു നിന്നതിനു ശേഷം സഞ്ജുവിനെ ഉഴപ്പിച്ചൊന്ന് നോക്കി പുറത്തേക്ക് നടന്നു. അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു. എവിടെയാ അഗ്നിഹോത്രി? ഹരി അവൻ്റെ പിന്നാലെ ചെന്ന് അപ്പുവിനോട് ചോദിച്ചു. കുറച്ച് ദൂരെയാ. തനിക്കറിയുമോ വീട്? അറിയാം. എന്നാ വാ. അപ്പുവിനെയും സത്യനെയും കൂട്ടി ഹരി മുന്നോട്ട് നടന്നു. ശേഷം അവരെയും ജീപ്പിൽ കയറ്റി റിവേഴ്സ് എടുത്ത് പോയി. ഈ സമയം ഒരു സമാധാനവും കിട്ടാതെ മഹി ആളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു. ആലോചിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയം നുഴഞ്ഞു പൊങ്ങിയിരുന്നു. ദേവൻ പോയിട്ട് 15 മിനിറ്റോളമായി. അവൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതുമാത്രവുമല്ല, ഗൗരിക്ക് ബോധം തെളിഞ്ഞിട്ടുമില്ല ഇതുവരെ. കൊടുത്തിരിക്കുന്ന മരുന്ന് ഹൈഡോസാണ്. ഉണരാൻ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും കഴിയണം. ദേവൻ വന്നാൽ അവൻ ഗൗരിയെ ഉപദ്രവിക്കും, അതുറപ്പാണ്. എങ്ങനെയാ കുട്ടിയെ ഒന്ന് രക്ഷിക്കുക? അറിയാതെ അവളുടെ അനുജത്തിയുടെ മരണത്തിന് താനും ഒരു കാരണക്കാരനായിരുന്നു. പക്ഷേ ഇത് ശരിയല്ല. എങ്ങനെയും അവളെ രക്ഷിച്ചേ മതിയാവൂ. എങ്ങനെയാ ശ്രാവണിനെ ഇതൊന്ന് അറിയിക്കുക? അവൻ്റെ നമ്പറും കയ്യിലില്ലല്ലോ.
പെട്ടെന്നെന്തോർത്ത മഹി ഫോൺ എടുത്തുകൊണ്ട് പിൻവശത്തേക്ക് നടന്നു. ശേഷം അവൻ്റെ സൈബർ സെല്ലിൽ ഒരു ഫ്രണ്ട് വഴി അജിത്തിൻ്റെ ജയിൽ സൂപ്രണ്ടായി നമ്പർ കളക്ട് ചെയ്തു. ശേഷം അവൻ ചുറ്റും വീക്ഷിച്ചുകൊണ്ട് കാര്യം അവനെ അറിയിച്ചു. അതിനെ തുടർന്ന് അജിത്ത് അവിടെ നിന്നും പുറപ്പെട്ടു. പക്ഷേ അജിത്തിന് അറിയില്ല ഗൗരിയെയാണ് ദേവൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന്. മഹിയാണെങ്കിൽ അത് അവനോട് പറയാനും വിട്ടുപോയിരുന്നു. ദേവൻ അസ്വസ്ഥതയോടെ ചെയറിലേക്ക് ഇരിക്കുമ്പോഴും അവൻ്റെ ഫോണിലേക്ക് സഞ്ജുവിൻ്റെ കോള് വന്നു. അവൻ സംശയത്തോടെ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. സഞ്ജു പറഞ്ഞ വാക്കുകൾ കേൾക്കെ അവൻ്റെ കാതുകൾ കൊട്ടിയടക്കപ്പെട്ട പോലെ തോന്നി. അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. അടുത്ത നിമിഷം ബോധം വന്നവൻ എഴുന്നേറ്റ് പുറത്തേക്കോടി. ബൈക്കിൽ കയറി ഓടിച്ചു പോയി. ഈ സമയം ഹരിയുടെ വാഹനം അഗ്നിഹോത്രിയിൽ എത്തി നിന്നു. മൂവരും ജീപ്പിൽ നിന്ന് ഉമ്മറത്തേക്ക് നടന്നു. അടഞ്ഞു കിടന്ന വാതിൽ ഒന്ന് നോക്കി ഹരി കോളിംഗ് ബെൽ അമർത്തി. അല്പം കഴിഞ്ഞതും സാവിത്രി വന്ന് വാതിൽ തുറന്നു. മുന്നിൽ പോലീസ് യൂണിഫോമിൽ ഹരിയെ കണ്ടവർ അവനെ മിഴിച്ചു നോക്കി. കാശിയുടെ വീടല്ലേ? അതെ. കാശിയില്ലേ? ഇല്ല, പുറത്തു പോയേക്കുവാ. എപ്പോൾ വരും? കുറച്ച് കഴിയും. അല്ല, ഗൗരിയുടെ കല്യാണത്തിന് പോയില്ലേ? ഹരിയുടെ ചോദ്യം കേട്ട് അവർ സംശയത്തോടെ അവനെ നോക്കി. എന്തിനു ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്? അതും എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്ന് വാക്ക് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ച് നടത്തുന്ന വിവാഹമല്ലേ അത്? പിന്നെന്തിനു ഞങ്ങൾ പോവണം? സാവിത്രി പുച്ഛത്തിൽ ചോദിച്ചു. ഓ അങ്ങനെ. ഈ സമയം ദേവൻ വണ്ടി വേഗത്തിൽ ഓടിച്ച് മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് കാശിയുടെ വാഹനം റോങ് സൈഡിൽ വന്ന് അവൻ്റെ ബൈക്കിൽ ചെറുതായി തട്ടി. ദേവൻ ബൈക്കുമായി ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. രാത്രി ആയിരുന്നതിനാൽ ആരാണെന്ന് ഇരുവർക്കും മനസ്സിലായില്ല. ദേവൻ ചാടി എണീറ്റ് കാറിൻ്റെ ഡോറ് വലിച്ചു തുറന്നു. കാശിയുടെ ഷർട്ടിൽ തൂക്കിയെടുത്ത് പുറത്തേക്കിട്ടു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുവർക്കും മുഖം കാണാനായി. അത് കാശിയാണെന്ന് മനസ്സിലായതും ദേവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എവിടെ പന്ന മോനെ എൻ്റെ പെണ്ണ്? ദേവൻ അലറിക്കൊണ്ട് കാശിയുടെ മുഖത്തേക്ക് പഞ്ച് ചെയ്തു. ദേവ, എന്തൊക്കെയാ താനീ പറയുന്നേ? ഗൗരിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിലത്തേക്ക് വീണ കാശി എഴുന്നേറ്റുകൊണ്ട് സംശയത്തോടെ ദേവൻ്റെ മുഖത്ത് നോക്കി. നീ ഒരു പുല്ലും പറയണ്ട. എനിക്കറിയാം എൻ്റെ പെണ്ണിനെ നീയാ കൊണ്ടുപോയതെന്ന്. നാളെ ഞങ്ങൾ വിവാഹമാണെന്ന് അറിഞ്ഞിട്ട് എന്നിൽ നിന്നും അവളെ അകറ്റാൻ വേണ്ടി ചെയ്തതല്ലേ? ഡാ നാറി, നീ തരം താഴ്ന്ന പണി. കലയോടെ ദേവൻ കാശിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി. ഇല്ല ദേവ, ഗൗരി എനിക്ക് ഇഷ്ടമാണ്, അത് ശരിയാ. പക്ഷെ അവളെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾക്കൊരു സങ്കടമുണ്ടാകുന്നത് എനിക്ക് സഹിക്കില്ല. പ്ലീസ്, നീ എന്നെ വിശ്വസിക്കണം. തൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന ദേവൻ്റെ കൈകളിൽ കയറി പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. നീ ഓർത്തു വെച്ചോ കാശി, നാളെ നേരം വെളുക്കും മുൻപ് എൻ്റെ പെണ്ണിനെ നീ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ കൊല്ലും ഞാൻ നിന്നെ. അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു ദേവൻ. കാശി അവൻ്റെ ഭാവം കണ്ട് പകപ്പോട് അവനെ നോക്കി നിന്നു. ദേവൻ കാശിയെ കലിപ്പോടെ നോക്കി നിലത്ത് കിടന്ന ബൈക്കുമെടുത്ത് നെല്ലിയായിലേക്ക് പോയി. കാശി പെട്ടെന്ന് ഫോണെടുത്ത് ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് കാറിൽ കയറി വണ്ടി മുന്നോട്ടെടുത്ത് നീങ്ങി. ഈ സമയം മഹി പറഞ്ഞതനുസരിച്ച് അജിത്ത് ആ ബംഗ്ലാവിലെത്തി. ചുറ്റും കാടായിരുന്നതും ഒപ്പം ഇരുട്ട് പടർന്നിരുന്നതിനാലും അവനല്പം പേടി തോന്നി. എങ്കിലും അവൻ ബംഗ്ലാവിൻ്റെ അല്പം പിന്നിലായി വണ്ടി ഒതുക്കി നിർത്തി. വണ്ടിയിൽ നിന്നിറങ്ങി ചുറ്റും കണ്ണോടിച്ചു. ഇരുട്ട് പിടിച്ച ആ ബംഗ്ലാവിന് മുന്നിലേക്ക് അവൻ ചുറ്റും കണ്ണോടിച്ചു നീങ്ങി. ദേവ പ്ലീസ്, വേണ്ടടാ, അവളെ ഒന്നും ചെയ്യല്ലേ, വിട്ടേക്കടാ പ്ലീസ്. കയ്യിലിരുന്ന ബിയർ കുപ്പി വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയ ദേവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മഹി പറഞ്ഞു. മഹി, അവളൊന്നും ചെയ്യാതെ വെറുതെ വിടാനല്ല ഇത്രയും കഷ്ടപ്പെട്ട് അവളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവളെ ഇഷ്ടം പോലെ അനുഭവിക്കാനാ. അതിനിടയിൽ കയറി വരല്ലേ മഹി, മാറി നിൽക്ക്. നെറ്റിയൊഴിഞ്ഞുകൊണ്ട് ദേവൻ ദേഷ്യത്തിൽ മഹിയോടായി പറഞ്ഞു. ദേവ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒരിക്കൽ ഇതുപോലെ നിന്റെ കൈ കൊണ്ട് രശ്മി, ഇന്ന് ഗൗരിയും. രശ്മിയെ കൊന്ന പോലെ ഗൗരിയെ ഞാൻ കൊല്ലില്ല മഹി. കാരണം ഗൗരിയെ ഞാൻ വർഷങ്ങളായി മോഹിക്കാൻ തുടങ്ങിയതാണ്. ഒറ്റ രാത്രി കൊണ്ട് ആ മോഹം അവസാനിക്കില്ല. അവളെ എനിക്ക് വേണമെന്നും ഈ കാശി ദേവനല്ലാതെ മറ്റൊരു ദേവനും അവകാശപ്പെട്ടതല്ല അവൾ. വല്ലാത്തൊരു ഭാവത്തോടെ ദേവൻ മഹിയെ നോക്കിക്കൊണ്ട് പറഞ്ഞ് കുപ്പി വായിലേക്ക് കമഴ്ത്തി. ദേവ സ്റ്റോപ്പ് ഇറ്റ് മഹി, ജസ്റ്റ് ഗോ. ഇനിയും ഇങ്ങനെ കെഞ്ചാതെ എൻ്റെ മൂഡ് പോകും. അത്രയും പറഞ്ഞ് മഹിയെ പിടിച്ചു മാറ്റി ദേവൻ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. മഹി ഏറിയ നെഞ്ചരിപ്പോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. ആ സമയം തന്നെ താഴെ ഹാളിൽ ആരുടെയോ കാൽപരമാറ്റം അറിഞ്ഞ് മഹി പതിയെ സ്റ്റെപ്പിറങ്ങി താഴേക്ക് ചെന്നു. മഹി താഴെ എത്തി ചുറ്റും നോക്കിയതും ആരെയും കണ്ടില്ല. ഒടുവിൽ സംശയം തോന്നി അവൻ അടുക്കള ഭാഗത്തേക്ക് നീങ്ങി. ഇരുട്ടായതിനാൽ അവൻ ആരെയും കാണാൻ കഴിഞ്ഞില്ല.
അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവേ പിന്നിൽ നിന്നും ആരോ അവൻ്റെ കഴുത്തിൽ കൂടെ കൈയിട്ട് ലോക്ക് ചെയ്തു. അവൻ പേടിയോടെ അയാളുടെ കയ്യിൽ നിന്നും കുതറി. മഹേഷ്. പെട്ടെന്ന് അയാൾ ചോദിക്കവേ അവൻ അതേന്ന് അവ്യക്തമായി മൂളി. അവൻ പെട്ടെന്ന് പിടിവിട്ടു. അജിത് വിശ്വനാഥ്. മഹി കഴുത്ത് തടവിക്കൊണ്ട് ചോദിച്ചു. അതെ, എവിടെയാ കുട്ടി? അജിത്ത് ചോദിച്ചു. മുകളിലുണ്ട്, പക്ഷെ സാർ അവിടെ ദേവനുണ്ട്. മഹി പറഞ്ഞതും അജിത്ത് സംശയത്തോടെ അവനെ നോക്കി. ദേവൻ? അതെ സാർ, കാശിദേവ്, അഗ്നിഹോത്രിയിലെ. മഹി മറുപടി നൽകി. അപ്പം അയാളാണോ ആ കുട്ടിയെ കൊണ്ടുവന്നത്? അതെ സാർ, പക്ഷേ അവൻ ഉപദ്രവിക്കും. എന്തെങ്കിലും പിഴവ് പറ്റിയ അവൻ ഗൗരിയെയും കൊണ്ട് കടന്നു കളയും. മഹി പേടിയോടെ പറഞ്ഞു. താൻ പേടിക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. അജിത്ത് അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. സാർ, സൂക്ഷിച്ച്. താൻ മാറിക്ക് വിടുന്ന്. മഹിയോട് പറഞ്ഞുകൊണ്ട് പാനിൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഗൺ കയ്യിലെടുത്ത് ട്രിഗർ ചെയ്തുകൊണ്ട് അവൻ സ്റ്റെപ്പും കയറി മുകളിലേക്ക് പോയി. ഈ സമയം അവ്യക്തമായി എന്തൊക്കെയോ പറയുകയും ഒപ്പം തലയിരുവശങ്ങളിലേക്കും ചലിപ്പിക്കുന്ന ഗൗരിയുടെ അടുത്തായി ദേവനിരുന്നു. അവളെ അത്ര അടുത്ത് കാണുമ്പോൾ അവനിൽ വല്ലാത്ത ഉന്മാദം നിറഞ്ഞു വന്നു. അതിനോടൊപ്പം അവൻ ബിയർ കൂടി വായിലേക്ക് കമിഴ്ത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ആവേശത്തിൽ അവൻ ഗൗരിയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ ഇരു കൈകളിലും കൈകോർത്ത് പിടിച്ചു വെച്ചു. ശേഷം കഴുത്തിൽ നിന്നും ലെഹങ്കയുടെ ഷോള് കടിച്ചെടുത്ത് നിലത്തേക്കിട്ടു. അപ്പോഴും ഗൗരി അർത്ഥബോധത്തിൽ ദേവേട്ട എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. അവളുടെ ആ വിളി കേൾക്കുമ്പോൾ അവനിൽ അവളിലേക്ക് ചേരാനുള്ള ആർത്തി കൂടി കൂടി വന്നു. അവൻ അവളുടെ കഴുത്തിലേക്ക് ചുണ്ട് ചേർക്കവേ പെട്ടെന്ന് അടച്ചിട്ടിരുന്ന വാതിൽ പൊളിഞ്ഞു വീണു. ദേവൻ ഞെട്ടലോടെ ചാടി എണീറ്റു. അവൻ മുന്നോട്ട് നോക്കിയതും കണ്ടു അവന് നേരെ ഗൺ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഒരുത്തനെ. ദേവൻ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. ആരാടാ നീ? ദേവൻ കലിപ്പോടെ ചോദിച്ചു. അജിത്ത് പുച്ഛത്തോടെ ദേവനെ നോക്കിയ ശേഷം ഗൗരിയിലേക്ക് കണ്ണുകൾ പായിച്ചു. മഹി. ദേവൻ ദേഷ്യത്തിൽ അലറിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. നീ അലറണ്ട, ഇവിടെ ഇപ്പം നീയും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുന്നതാവും നിനക്ക് നല്ലത്. അജിത്ത് പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞു. ദേവൻ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കിയ ശേഷം പതിയെ ചെയറിലേക്ക് ഇരിക്കാൻ ഒരുങ്ങി. അജിത്തിൻ്റെ കണ്ണുകൾ ബെഡിൽ കിടന്ന് പിച്ചുമ്പേയും പറയുന്ന ഗൗരിയിലേക്ക് നീങ്ങിയ സമയം ദേവൻ ചാടി എണീറ്റ് അജിത്തിൻ്റെ കയ്യിലെ തോക്ക് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. പെട്ടെന്നായതിനാൽ തോക്ക് നിലത്തേക്ക് എവിടെയോ തെറിച്ചു വീണു. അജിത്ത് ദേവനെ നോക്കിയതും അവൻ അജിത്തിൻ്റെ നെഞ്ചു നോക്കി ആഞ്ഞു ചവിട്ടി. അവൻ മലർന്നടിച്ചു പിന്നിലേക്ക് വീണു. ദേവൻ നിലത്ത് കണ്ണുകൾ കൊണ്ട് പരതി. ഒടുവിൽ ഒരു വശത്ത് കിടന്ന തോക്ക് അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവനൊരു പുച്ഛച്ചിരിയോടെ അത് കയ്യിലെടുത്തുകൊണ്ട് അജിത്തിനടുത്തേക്ക് പാഞ്ഞു ചെന്നു. അജിത്ത് പേടിയോടെ അവനെ നോക്കവേ ദേവൻ അവന് നേരെ ഷൂട്ട് ചെയ്തുവെങ്കിലും ബുള്ളറ്റ് കൊള്ളാതെ അവൻ ഒഴിഞ്ഞു മാറി. ദേവൻ കലിയോടെ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ബുള്ളറ്റ് കഴിഞ്ഞതും ദേഷ്യത്തിൽ അവനത് വലിച്ചെറിഞ്ഞു. ആ സമയം അജിത്ത് കാലുകൊണ്ട് അവനെ ചവിട്ടി വീഴ്ത്തി നിലത്ത് നിന്നും ചാടി എഴുന്നേറ്റു. നിലത്ത് വീണ് കിടന്ന ദേവനെ തൂക്കിയെടുത്ത് പൊതിരെ തല്ലി അജിത്ത്. ഒടുവിൽ ബോധം നശിക്കാറായ അവസ്ഥയിൽ ദേവൻ നിലത്തേക്ക് ഊർന്നു വീണു. ശേഷം അജിത്ത് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. നിലത്ത് കിടന്ന അവളുടെ ഷോളെടുത്ത് അവളെ പുതപ്പിച്ച് അവളെ തട്ടി വിളിച്ചുവെങ്കിലും അവൾക്ക് ബോധം പൂർണ്ണമായി ഉണ്ടായിരുന്നില്ല. അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു വിധത്തിൽ അജിത്ത് അവളെ തൂക്കിയെടുക്കാൻ ഒരുങ്ങിയതും ദേവൻ ഒരു വടി കൊണ്ട് അജിത്തിൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ പ്രതിരോധിക്കും മുന്നേ അവൻ്റെ കണ്ണുകളിൽ ഇരുട്ട് പടരാൻ തുടങ്ങി. അവൻ ബോധം നശിച്ച് നിലത്തേക്ക് ഊർന്നു വീണു. ദേവൻ അജിത്തിനെ ഒരു വശത്തേക്ക് ചവിട്ടിയിട്ടു. ശേഷം ബെഡിൽ കിടന്ന ഗൗരിയെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. പോകും വഴി ടേബിളിൽ ഇരുന്ന ബിയർ ബോട്ടിലും അവൻ കയ്യിലെടുത്തിരുന്നു.